നിഹാൽ സാർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സായ എൻ്റെ വിദ്യാർത്ഥികൾ, എൻ്റെ സ്റ്റുഡൻസ്, ഞാൻ പറയുന്ന പല കാര്യങ്ങളെയും വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്ന, വളരെ ശ്രദ്ധയോടുകൂടി അത് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് നിഹാൽ സാർ ഇതുവരെ കേൾക്കാത്തൊരു ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ ആദ്യം പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ +1 അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഘട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പല കുട്ടികൾക്കും പല ആശങ്കകളുണ്ട്. ഇപ്പോഴും +1 സീറ്റ് കിട്ടാത്ത പല കുട്ടികളുണ്ട്. സീറ്റ് കിട്ടിയ കുട്ടികളും കിട്ടാത്ത കുട്ടികളും ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ +1 ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ +1 തേർഡ് അലോട്ട്മെൻറ്റ് ഓൾറെഡി അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് നോക്കുക എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ അതിനെപ്പറ്റിയൊന്നും ശ്രദ്ധിക്കില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതോടുകൂടി ഫസ്റ്റ് ഘട്ടം അലോട്ട്മെൻറ്റ് അവസാനിക്കുകയാണ്. ഇനി ടെമ്പററി അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നൊരു പരിപാടി ഇനിയില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ തേർഡ് അലോട്ട്മെൻറ്റ് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഹയർ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ സ്കൂളിലേക്ക് മാറാം. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ, ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്താണോ കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്കൂൾ. വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾക്ക് ഇനി വേറൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലില്ല. ആ സ്കൂളിൽ പോവുക, അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ശരിക്കും തേർഡ് അലോട്ട്മെൻറ്റിനെ പറ്റി വളരെ സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് കാണുന്നുണ്ടെങ്കിൽ ആ സ്കൂളാണ് നിങ്ങൾ ഈ +1 +2 പഠിക്കാൻ വേണ്ടി പോകുന്ന സ്കൂൾ. കാരണം ഇനി നിങ്ങൾക്ക് ടെമ്പററി ജോയിൻ ചെയ്യാനൊന്നും കഴിയില്ല. ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്, അതായത് നിങ്ങളിപ്പം കിട്ടിയ സ്കൂൾ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് അവിടെ അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ഒരു കോഴ്സ് നിങ്ങൾ സംതൃപ്തരല്ല, നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അത് നടക്കാൻ വേണ്ടി പോകാൻ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനിലാണ്. ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നുള്ളൂ. ആ സമയത്ത് കൃത്യമായി കാര്യങ്ങൾ ഇനി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിർബന്ധമായും താൽക്കാലിക പ്രവേശനത്തിലുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. പ്രവേശന നടപടികൾ 2020 ജൂൺ 29, അതായത് നാളെ മുതൽ ആരംഭിച്ച് ഏതാണ്ട് ജൂലൈ 3 വൈകിട്ട് 5 മണിയോടുകൂടി നിങ്ങൾ അലോട്ട്മെന്റ്, അതായത് ഫസ്റ്റ് ഘട്ടത്തിന് അലോട്ട്മെന്റ് പരിപാടി കംപ്ലീറ്റ്ലി അവസാനിക്കുകയാണ്. ഇനി +1 ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ കൂടെ പ്രോഗ്രസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായി നിങ്ങൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക. +1മായി ബന്ധപ്പെട്ട മറ്റ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ഈ നിഹാൽ സാർ എന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ അധികം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാറില്ല അല്ലേ. എന്നാൽ വളരെ ഫ്രീ ആയിക്കൊണ്ട് ഏറ്റവും ബെസ്റ്റായ പല ക്ലാസ്സുകൾ ഇനി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോയാണ് ഈ ഒരു ചാനലിലൂടെ. നിർബന്ധമായും എല്ലാവരും ആ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി. ഇനി എല്ലാ എഡ്യൂക്കേഷൻ റിലേറ്റഡ് പല കണ്ടന്റും ഇനി പ്രോഗ്രസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഒരു നിഹാൽ സാർ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നൽകുന്ന അതേ സപ്പോർട്ടും അതേ പിന്തുണയും നിങ്ങൾ ആർക്ക് കൂടി നൽകുക, ആ ഒരു ചാനൽ കൂടി നൽകുക. പ്രധാനപ്പെട്ട പല അപ്ഡേറ്റ്സും ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ബാക്ക് ടു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, പിന്നെ അഡ്മിഷൻ എടുക്കുക. ഇനി അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ടാവും. ആ കിട്ടാത്ത കുട്ടികൾ ടെൻഷനൊന്നും വേണ്ട. കാരണം അപേക്ഷിച്ചും ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പരിഗണിക്കാനായി നിങ്ങൾ വീണ്ടും റീഫ്രഷ് ചെയ്ത് ഒരു പുതിയ അലോട്ട്മെന്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്ന സമയത്ത് മുന്നേ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്തില്ല, അതേ നടപടിക്രമങ്ങൾ വീണ്ടും ചെയ്യുക. ആ സമയത്ത് ഏതൊക്കെ സ്കൂളാണ് ഒഴിവുള്ളത്, ഏതൊക്കെ സ്കൂൾ ഏതൊക്കെ കോഴ്സ് ഒഴിവുള്ളത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ മിക്കവാറും ജൂൺ 1 തീയതി ആകുമ്പോഴേക്ക്, അല്ലെങ്കിൽ 2 തീയതി ജൂലൈ 1 2 മുന്നേ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വാക്കൻസീസ് നോക്കുക. എന്നിട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യുന്ന വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അത് ചെയ്യുക. അപ്പോൾ ഇനി അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ +1 അലോട്ട്മെന്റ് നടപടിക്രമങ്ങളായി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഘട്ട അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റോട് കഴിഞ്ഞു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഘട്ടം, രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പ്രോസസ്സാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അത് വരാൻ ഇനി സമയമെടുക്കും. സമയം എടുക്കുന്ന പറഞ്ഞാൽ വിത്തിൻ ഒരാഴ്ചക്കുള്ളിൽ വരാൻ മതിയോ. കാരണം 6 തീയതി നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ 6 +1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങളുടെ മീറ്റിംഗ് കാര്യങ്ങളായിട്ട് 6 തീയതി എന്ത് ചെയ്യും, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഏതൊക്കെ ജില്ലകൾ എത്രത്തോളം വാക്കൻസീസ് ഉണ്ട്, വാക്കൻസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ 422 സീറ്റാണ് ഇനി ആകെ +1 അവൈലബിൾ ആയിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ 459 ഉണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 1224 സീറ്റ് ഉണ്ട്. ആലപ്പുഴ ജില്ലയിൽ 536 സീറ്റ് ഉണ്ട്. കോട്ടയം ജില്ലയിൽ 239 സീറ്റ് ഉണ്ട്. ഇടുക്കിയിൽ 371 സീറ്റ് ഉണ്ട്. എറണാകുളത്ത് 286 സീറ്റ് ഇനി ബാക്കിയുണ്ട്. തൃശ്ശൂരിൽ 161 സീറ്റ് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ പിന്നെ തൃശ്ശൂർ കഴിഞ്ഞാൽ പാലക്കാട് 426 സീറ്റ് ഒഴിവുണ്ട്. പിന്നെ കോഴിക്കോട് 49 സീറ്റാണ് നിലവിൽ ഒഴിവായി കാണുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്ത് 71 സീറ്റേ ഉള്ളൂ. വയനാട് 165 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ 820 സീറ്റ് ഉണ്ട്. കാസർഗോഡ് 693 സീറ്റ്. ടോട്ടൽ വേക്കൻ്റായി കിടക്കുന്ന സീറ്റ് പ്രകാരം 5922 സീറ്റാണ് ഇനി ആകെ കേരളത്തിൽ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകൾ. ആ സീറ്റിലേക്കായിരിക്കും ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങളുണ്ടാവും. ഇനി നിങ്ങൾ താഴെ കമന്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടിയോ ഇല്ലേ എന്നൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും
അടുത്ത റാങ്ക്, അതായത് നിങ്ങളുടെ റാങ്ക് പരിശോധിക്കുക. എന്നിട്ട് ഏത് സ്കൂളിലാണോ ഏറ്റവും അവസാനം ആ സ്കൂളിൽ നിങ്ങളെടുത്ത കോഴ്സിനെടുത്ത റാങ്കും നിങ്ങളെ റാങ്കും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും കഴിഞ്ഞ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഈ അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മുടെ രണ്ട് ചാനൽ നിഹാൽ സാർ സബ്സ്ക്രൈബ് ചെയ്താൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോഗ്രസ് ലേണിംഗ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അഡ്മിഷനൊക്കെ കിട്ടും. ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ സീറ്റുകളൊക്കെ വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ മികച്ച കുട്ടികളായിട്ട് നല്ല കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.